ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ഡോങ്ചുവും ഈഡുവും തമ്മിലുള്ള DNA റിസൾട്ട് എല്ലാം തന്നെ ഡോങ്ചുവിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ജാങ്സനാണെന്ന് കാണിക്കുന്നു. ഈഡു ഡോഹിനെ ചെന്ന് കാണുമ്പോഴത്തേക്കും അവൾ ആകെ കരയുകയായിരുന്നു. നീ നേരത്തെ സിംഹോണെ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അവൻ മരിക്കാതെ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, അവൻ നമ്മുടെ ടൈയുണ്ട് ജീവിതമൊക്കെ തകർക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നീ വീണ്ടും അവനെ കൊല്ലുന്നതായിരിക്കുമോ എന്നൊരു ചോദ്യമൊക്കെ ഡോഹിയും ഈഡുവിന്റെ അടുത്തായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും തീർച്ചയായും താൻ അവനെ കൊന്നു കളയുമെന്ന് അവനും മറുപടി കൊടുക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ ആ ഒരു സിംഹോടാണ് ഡോങ്ചു എന്ന് അവളും പറയുകയാണ്. ടയോണും ഡോങ്ചുവിനെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് ഈഡു വീട് വിട്ടു പോകുന്നത് ടയോണിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ടയോണും ഈഡുവിനെ ഫോളോ ചെയ്ത് പിന്നാലെ പോകുന്നു. ആക്സിഡന്റിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഇപ്പോൾ കാണിക്കുകയാണ്. ഈഡുവിനെ കാണുവാനായിട്ട് ജാങ്സനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഒണ്ണാമിന്റെ അച്ഛന്റെയും അതുപോലെ തന്നെ സിംഹോന്റെ അമ്മയുടെയും മരണത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു അവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സിംഹന്റെ അമ്മേനെ എന്തോ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുവാനായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈഡു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മയും അതിനെ എതിർക്കുകയായിരുന്നു ചെയ്തത്. എന്ത് തന്നെ ആയാലും അവള് മരിച്ചത് നന്നായി, നീ തന്നെ അവളെ കൊന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ചാങ്സിനും ഈഡുവിനെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഡോഹി വിധവയാണ്. മാത്രല്ല ലേസൻ ഗ്രൂപ്പിന്റെ ഏറ്റവും മൂത്ത മരുമകന്റെ സ്ഥാനം ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിന്നെ ആ ഒരു മരുമകൻ സ്ഥാനത്തേക്ക് സജസ്റ്റ് ചെയ്യുകയാണെന്നുള്ള രീതിക്ക് ചാങ്സനും സംസാരിക്കുന്നു. എന്തായാലും ഈഡോ അവിടെ നിന്നും പോയി കഴിയുമ്പോഴത്തേക്കും ചാങ്സിന്റെ അടുത്തേക്ക് മറ്റൊരാൾ വരികയാണ്. അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഡാൻഡിലിയൻ ഫയൽസിൽ നിന്നും ജാങ്സൺ ആരോട് സംസാരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡോങ്ചുന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സംസാരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്ത് തന്നെ ആയാലും അവർ മരിച്ച സ്ത്രീനെ കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം ആ സ്ത്രീയുടെ മകനായിട്ടുള്ള സിംഹൂൺ അത് ഈഡുവിന്റെ മകനാണെന്നുള്ള കാര്യമൊക്കെ അവരും പരസ്പരം പറയുന്നു. ഡോങ്ചു ഇപ്പോൾ കാറിലിരിക്കുകയാണെങ്കിൽ പോലും ഈഡുവുമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ടും ജാങ്സൺ സംസാരിച്ചതെല്ലാം തന്നെ ഓഡിയോ വെർഷനിൽ അവനും കേട്ടു നോക്കുന്നു. അതൊക്കെ കേട്ടതിന് ശേഷം ഈഡുവിന്റെ അടുത്തേക്ക് ഡോങ്ചു നടന്നു പോകുന്ന സമയത്തായിരുന്നു ഈഡുവും ഡോങ്ചുവിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വീണ്ടും അവനെ ഷൂട്ട് ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ക്യാമറ വഴി കണ്ടിട്ടുണ്ടായിരുന്ന ജാങ്സനും ഇപ്പോൾ ഈഡുവിനെ കോൾ ചെയ്തിട്ട് ഡോങ്ചു നിന്റെ സ്വന്തം മകനാണെന്നൊക്കെ അവനോടും പറയുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കോളും കട്ട് ചെയ്യുന്നു. ആദ്യമൊന്ന് പതറിപ്പോകുന്നുണ്ടെങ്കിലും വീണ്ടും ഡോക്സിനെ ഷൂട്ട് ചെയ്യുവാനായിട്ട് ഈഡു ശ്രമിക്കുന്ന സമയത്ത് ധൈര്യമുണ്ടെങ്കിൽ അച്ഛനെ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഡോങ്ചു നിന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല തോക്ക് വീണ്ടും അവന്റെ അടുത്തേക്ക് ഡോങ്ചു ചേർത്തും വെക്കുന്നു. ജാങ്സനും ഈഡുവിനെ തകർക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല രണ്ടുപേരെയും കൊല്ലാമെന്ന ഉദ്ദേശത്തോടെ ഉണ്ടായിരുന്ന ജാങ്സനാകട്ടെ ഇപ്പോൾ ഗുഹനെ കോൾ ചെയ്തിട്ട് നമ്മുടെ പിള്ളേരെയൊക്കെ സ്ഥലത്തേക്ക് അയക്കുവാനായിട്ട് പറയുകയാണ്. പക്ഷേ ഡോങ്ചുനെ വീണ്ടും ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ ടൈവൂൺ എത്തിയിട്ട് ഡോങ്ചുനെ വെറുതെ വിടണമെന്നൊക്കെ അച്ഛന്റെ അടുത്തായിട്ട് പറയുന്നു. താൻ ഡോങ്ചുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതെല്ലാം തന്നെ ടയോൺ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഈഡു ആകെ തകർന്നു പോവുകയാണ്. ഈ ഒരു സമയത്ത് ഈഡുവിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടി പറിച്ചതിന് ശേഷം ആ ഒരു തോക്ക് ഗുഹയുടെ ആൾക്കാരുടെ നേരെ നീട്ടിയിട്ട് അവിടെ നിന്നും പോകുവാനായിട്ട് ഡോങ്ചു ആവശ്യപ്പെടുന്നു. സോ അവരും അവിടെ നിന്നും പോകുന്നുണ്ട്. ഡോങ്ചുന്റെ ശരീരത്തിൽ ഓൾറെഡി വെടികൊണ്ടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ ആകെ തളർന്നു പോവുകയാണ്. എങ്കിൽ പോലും ടയോണും അവനെ ഹെൽപ്പ് ചെയ്ത് ഹോസ്പിറ്റലിലേക്കായിട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു സമയത്ത് പ്ലാനുകളെല്ലാം ചീറ്റിയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ജാങ്സനും ഈഡുവിനെ വണ്ടിയേക്ക് ഇടിപ്പിച്ച് കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈഡുവും ജാങ്സന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നു. ഈഡു അങ്ങനെ മൊത്തത്തിൽ തളർന്നിരിക്കുന്ന സമയത്തായിരുന്നു ഡോക്ടർ കാങ്ങിന്റെ അച്ഛന്റെ ഒരു മെസ്സേജ് കൂടി ഈഡുവിന് വന്നിട്ടുണ്ടായിരുന്നത്. ആ മെസ്സേജിലാകട്ടെ ഡോങ്ചു നിന്റെ സ്വന്തം മകനാണെന്നായിരുന്നു ഡോക്ടർ കാങ്ങിന്റെ അച്ഛനും പറഞ്ഞത്. ഇന്നാമന് പരിചയമുള്ള ചെറിയൊരു ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡോങ്ചുനെ കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡോക്ടറും അവൻ ഓക്കെ ആണെന്നൊക്കെ അറിയിക്കുന്നു. ഇപ്പോൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുകയാണ്. അതായത് ഈടുവായിരുന്നു തന്നെ കുട്ടിക്കാലത്ത് കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ ഡോങ്ചു തുറന്നു പറഞ്ഞ സമയത്ത് അതെല്ലാം തന്നെ ടയോണും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ടയോൺ അവിടെ നിന്നും ഒളിഞ്ഞു നോക്കുന്നത് ഡോങ്ചുവും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നീ എല്ലാ കാര്യങ്ങളും കേട്ടുവെങ്കിൽ പോലും നിന്റെ അച്ഛന്റെ അടുത്ത് അതെല്ലാം തന്നെ കേട്ടുവെന്ന് അറിയിക്കുവാനായിട്ട് പാടില്ല. വളരെ നല്ലൊരു അച്ഛന്റെ ഇമേജ് ആയിരിക്കണം നിന്റെ മുമ്പിൽ നിന്റെ അച്ഛൻ ഉണ്ടാവേണ്ടതെന്ന് അച്ഛന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നീയും അതനുസരിച്ച് പെരുമാറണമെന്ന രീതിക്ക് ഡോങ്ചു പറയുമ്പോഴത്തേക്കും ഡോങ്ചുവിനോട് ഡോങ്ചുവിന്റെ സിറ്റുവേഷൻ എല്ലാം തന്നെ തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നും എങ്കിൽ പോലും ഡെയ്സൺ ഗ്രൂപ്പ് ഒക്കെ ഉപേക്ഷിച്ച് നിനക്ക് പോയിക്കൂടെ എന്നും ടയോണും ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് ഒന്നെങ്കിൽ നീ എന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഡേസൺ ഗ്രൂപ്പ് ഉപേക്ഷിച്ച് പോകുവാനായിട്ട് എന്നോട് പറയണം. ഈ രണ്ടും കൂടി ഒന്നിച്ച് പറയുവാനായിട്ട് പാടില്ല എന്ന രീതിക്ക് ഡോങ്ചു അവന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ടയോൺ ഇപ്പോൾ ഡോങ്ചുന്റെ അടുത്ത് ചെന്നിട്ട് എന്റെ അച്ഛൻ നിന്റെ അടുത്ത് ചെയ്തതൊന്നും തന്നെ ഞാൻ ഒരിക്കലും മറക്കുവാനായിട്ട് പോകുന്നില്ല എന്ന് അവനോടും പറയുന്നു.
ഈടും ഇപ്പോൾ ഡോക്ടർ കാങ്ങിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഡോക്ടർ കാങ്ങിന്റെ അച്ഛന്റെ അടുത്ത് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുന്നു. തന്റെ മകനായിട്ടുള്ള സിംഹുൺ ഈടുവിന്റെ കുട്ടിയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ സിംഹുന്റെ അമ്മയും ഇപ്പോൾ ഉണ്ണാമിന്റെ അച്ഛന്റെ അടുത്ത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ കേട്ട എക്സൈറ്റ്മെന്റില് ഞാൻ എന്തായാലും ഈ ഒരു കാര്യം അവനെ അറിയിക്കട്ടെ എന്നൊക്കെ അയാൾ തന്നെ പറയുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ നീയായിട്ട് ഈ കാര്യം ആരോടും പറയുവാനായിട്ട് നിൽക്കരുത്. ഞാൻ തന്നെ ഒരു ദിവസം ഈടുവിന്റെ അടുത്ത് തുറന്ന് പറഞ്ഞോളാമെന്നായിരുന്നു അന്ന് അമ്മയും പറഞ്ഞത്. എന്തായാലും ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അന്ന് ഡോക്ടർ കങ്ങിന്റെ അച്ഛനും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം തന്നെ ആയിരുന്നല്ലോ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി നിന്റെ കുട്ടിയാണെന്നൊക്കെ നീ മനസ്സിലാക്കുകയാണെങ്കിൽ നീ വീണ്ടും തകർന്നു പോകുന്നതായിരിക്കും. മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ നിനക്ക് പുതിയൊരു ലൈഫ് കൂടി കിട്ടിയല്ലോ. ഞാനും അത് മാത്രമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അച്ഛനും ഈടുവിനെ അറിയിക്കുന്നു. അതുകൂടി കേൾക്കുമ്പോഴത്തേക്കും ഈടു ആകെ ഇമോഷണൽ ആവുകയാണ്. പിന്നീട് ഈടു വീട്ടിലേക്ക് മടങ്ങിയെത്തി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വർഷം മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് അവനും ഓർക്കുന്നു. ഈടുവിന്റെ അച്ഛൻ്റെ ഒരു ഫാക്ടറി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫാക്ടറിക്ക് വേണ്ട കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഉണ്ണാമിന്റെ അച്ഛനെ കാണുവാനായിട്ട് എത്തിയതായിരുന്നു ഈടുവും. നിലവിൽ ഉണ്ണാമിന്റെ അച്ഛൻ ഡേയ്സൺ ഗ്രൂപ്പിന്റെ മരുമകനൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിക്ക് തന്നെ സഹായിക്കണമെന്ന് ഈടു പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ തന്നെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും എനിക്ക് അങ്ങനെ ഒന്നും തന്നെ ചെയ്തു തരുവാനായിട്ട് കഴിയുകയില്ല എന്ന രീതിക്കായിരുന്നു ഉണ്ണാമിന്റെ അച്ഛനെ സംസാരിച്ചത്. അതുകൂടാതെ ജാങ്സൺ അത്ര നല്ല വ്യക്തിയൊന്നുമല്ല. നീയും അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിനക്കും നല്ലത് സംഭവിക്കുകയുള്ളൂ എന്ന രീതിക്ക് കൂടി ഈടുവിന്റെ അടുത്ത് അയാൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഈടുവിനും ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ ഇരിക്കെ ഈടുവും നിനക്ക് വിവാഹത്തിന് മുമ്പുണ്ടായ കുട്ടിയാണ് സിഹോൺ എന്ന കാര്യം എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധാരണയുടെ പുറത്തേക്ക് അയാളുടെ അടുത്ത് സംസാരിച്ചിട്ട് ദേഷ്യപ്പെട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നു. അതേസമയം ഈഡു അവിടെ നിന്നും ഇറങ്ങിപ്പോയ സമയത്ത് ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഡോഹിയും കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈട് പറഞ്ഞ കാര്യമെല്ലാം തന്നെ സത്യമാണെന്ന് അവളും വിശ്വസിക്കുന്നു. ഞാനും അന്ന് നിന്നെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ലായിരുന്നല്ലോ. സിംഹോണെയും കൂട്ടിക്കൊണ്ട് സിംഹന്റെ അമ്മ ഇവിടെ വന്നിട്ട് എന്റെ ഭർത്താവാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കുകയില്ല. ഞാൻ ഉണ്ണാമനെ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവന്റെ അടുത്തും ഡോഹി ആകെ കരയുന്നു. അന്ന് തനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചതെന്നുള്ള കാര്യമെല്ലാം തന്നെ ഈഡുവും മനസ്സിലാക്കുകയാണ്. ഈ ഒരു സമയത്ത് ടയോൺ അവനെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ കേൾക്കുവാനായിട്ട് ടയോണും തയ്യാറാക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു സീനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈടവും കുറെ ദിവസമായിട്ട് റൂമിൽ നിന്നും പോലും പുറത്തിറങ്ങാതെ ഫുഡ് പോലും കഴിക്കാതെയൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോഹിക്കും അവന്റെ കാര്യം ഓർത്തിട്ട് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഡോങ് ചുവും വീട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡോങ് ചുവും ഈഡുവിനെ കാണുവാനായിട്ട് റൂമിലോട്ട് കൂടി ചെല്ലുന്നു. ഡോങ് ചുവും ഈഡുവും മകനും അച്ഛനുമാണെന്ന് തെളിയിക്കുന്ന രീതിക്കുള്ള DNA റിസൾട്ട് കൂടി ഇപ്പോൾ ഡോങ് ചുവും അയാളെ കാണിച്ചു കൊടുക്കുകയാണ്. നീയായിട്ട് തന്നെ എന്നോട് ക്ഷമ ചോദിക്കണം, അതൊക്കെ എനിക്ക് കേൾക്കണമെന്ന് ഡോങ്ചു പറയുന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ ദിവസം നിന്നെ ഞാൻ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നീ എന്റെ മകനാണെന്നുള്ള സത്യം ഞാൻ അറിയിക്കായിരുന്നെങ്കിൽ പോലും ഉറപ്പായിട്ട് നിന്നെ കൊന്നേനെ എന്നൊരു മറുപടിയൊക്കെയാണ് ഈടവും നൽകുന്നത്. ആദ്യം നിന്നെ അപകടത്തിൽപ്പെടുത്തി കൊല്ലുവാനായിട്ട് ഞാൻ നോക്കി. പിന്നീടും പലതവണ നിന്നെ ഞാൻ കൊല്ലുവാനായിട്ട് നോക്കി. ഏറ്റവും ഒടുവിലായിട്ട് നീ തന്നെ എന്റെ അടുത്ത് നീ എന്റെ മകനാണെന്ന് പറഞ്ഞ സമയത്ത് പോലും ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സോറിയൊക്കെ പറയുകയാണെങ്കിൽ ഏത് കാര്യത്തിനാണ് ഞാൻ സോറി പറഞ്ഞു തുടങ്ങുക എന്ന് പോലും എനിക്കിപ്പോൾ അറിയുകയില്ല എന്ന് ഈടവും അറിയിക്കുന്നു. നീ എങ്ങാനും ആത്മഹത്യ ചെയ്താലോ എന്നൊരു പേടിയൊക്കെ ടൈയുന്നുണ്ട്. നീയായിട്ട് അങ്ങനെ ഒന്നും ചെയ്തേക്കരുത്, അവനും ഒരുപാട് വിഷമമാകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഡോങ്ചു പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് തന്നെ ഇപ്പോഴും കൊല്ലാതെ വിടുന്നതെന്നൊരു ചോദ്യം ഈടവും ഡോങ്ചുവിന്റെ അടുത്ത് ചോദിക്കുന്നു. ഉണ്ണാമും ഇപ്പോൾ ഡോങ്ചുവിനെ കാണുന്നു. യഥാർത്ഥത്തിൽ ഈഡുവിന് എന്താണ് സംഭവിച്ചതെന്നൊന്നും തന്നെ ഉണ്ണാമിന് അറിയിക്കുകയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈഡു ജാങ്സിന്റെ കൂടെ നിന്ന് നിന്നെ അപായപ്പെടുത്തിയാലോ എന്നൊരു പേടിയൊക്കെ എനിക്കുണ്ടായെന്ന് ഉണ്ണാം അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി ഒരിക്കലും ഈഡു അങ്ങനെ ചെയ്യുകയില്ല എന്ന് ടോങ് ചുവും അറിയിക്കുന്നു. മാത്രമല്ല കുറെ അധികം കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്നും തന്നെ ഇപ്പോൾ എനിക്ക് തുറന്നു പറയുവാനായിട്ട് കഴിയുകയില്ല എന്നും പിന്നീട് ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും നിന്നെ അറിയിക്കാമെന്നും ഡോങ് ചുവും അവൾക്ക് വാക്കു കൊടുക്കുന്നു. ഇന്നും ഫുഡ് കൊടുക്കുവാനായിട്ട് യാങ്ങിന്റെ സെല്ലിൽ എത്തുമ്പോഴത്തേക്കും ആയിരുന്നു യാങ്ങും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയെന്ന കാര്യം ഇന്നാം മനസ്സിലാക്കുന്നത്. അതേസമയം അഡ്മിനിസ്ട്രേറ്ററെ നോക്കുമ്പോഴത്തേക്കും അയാൾ ഇപ്പോഴും സുരക്ഷിതമായിട്ട് അവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇന്നമ്മു ഡോക്ടറിനെ കോൾ ചെയ്ത് അറിയിക്കുന്നു. യാങ്ങും നേരെ പോയിട്ടുണ്ടായിരുന്നത് ജാങ്സന്റെ അടുത്തേക്കാണ്. ജാങ്സൺ ഏതൊരു കാര്യം പറഞ്ഞാലും താൻ അതെല്ലാം തന്നെ കേൾക്കുന്നതായിരിക്കുമെന്നും തനിക്ക് ഒരവസരം കൂടി നൽകണമെന്നും യാങ്ങും ജാങ്സനെ അറിയിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ജാങ്സനെ കാണുവാനായിട്ട് ഈഡു എത്തിയിട്ടുണ്ടായിരുന്നത്.
ഡോഹിയും ഇതിനു മുമ്പ് ഇടുവിനെ കാണുവാനായിട്ട് റൂമിൽ വന്നപ്പോഴത്തേക്കും അവൻ ഏതോ ഒരു പേപ്പർ മറച്ചു വെക്കുന്നതൊക്കെ ഡോഹി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റൂമിലെത്തി അവിടെ ഈടു ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും ആ മറച്ചു വെച്ച പേപ്പർ ഏതാണെന്നൊക്കെ ഡോഹിയും നോക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു ഈടുവും അതുപോലെ തന്നെ ഡോങ്ചുവും അച്ഛനും മകനുമാണെന്ന് തെളിയിക്കുന്ന DNA റിസൾട്ടൊക്കെ ആയിരുന്നു അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യം ഡോഹിയും കണ്ടെത്തുന്നത്. എന്റെ മകനാണ് ഡോങ്ചു എന്നൊക്കെ നീ ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സത്യം പറ, നീ ആ കാര്യമൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞതല്ലേ? അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയല്ലേ എന്റെ ശത്രുവായിട്ടൊക്കെ അവനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്? ഞാൻ അവനെ കൊല്ലുന്നതൊക്കെ കാണുവാനായിട്ടല്ലേ നീയും ആഗ്രഹിച്ചത്? നിനക്ക് എങ്ങനെയാണ് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് തോന്നിയതെന്ന് പറഞ്ഞ് ഈടവും ചാങ്സിന്റെ അടുത്ത് ആകെ ദേഷ്യപ്പെടുന്നു. എങ്കിൽ പോലും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം അത് ഡേസൻ ഗ്രൂപ്പാണ്. അതിനിടയ്ക്ക് ആര് വന്നിട്ടുണ്ടെങ്കിലും അവരെ എല്ലാവരെയും തട്ടിമാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡോങ്ചു നിന്റെ മകനാണെന്നൊന്നും തന്നെ നീ നോക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് വളരെ കൂളായിട്ടൊക്കെ ആയിരുന്നു അതിനെ ജാങ്സണും കണ്ടിട്ടുണ്ടായിരുന്നത്. ജാങ്സന്റെ ആ ഒരു മറുപടികളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഈടവും ഇനി മുതൽ ഞാൻ ഒരിക്കലും നിന്റെ കൂടെ നിൽക്കുന്നതായിരിക്കില്ല, ഞാനും ഡോങ്ചുന്റെ പക്ഷം ചേർന്ന് നിൽക്കുവാനായിട്ട് പോവുകയാണെന്നൊക്കെ ജാങ്സനെയും അറിയിക്കുന്നു. ഡോഹിയും സഹോദരിയായിട്ടുള്ള ഗുഹിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇനി മുതൽ ഈട് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുവാനായിട്ട് പാടില്ല. ഇനിയും ടയോന്റെ അച്ഛനായിട്ട് ഇരിക്കുവാനുള്ള അർഹത ഒന്നും തന്നെ ഈടുവിനില്ല എന്ന രീതിക്കാണ് ഗുഹയുടെ അടുത്ത് സംസാരിക്കുന്നത്. ചെയർമാൻ ചായും വൈഫും ഹണിമൂണൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. കൂടാതെ സിയോൻമോനെ കൂടി ഇതേ വീട്ടിലൊക്കെ താമസിപ്പിക്കുവാനായിട്ടാണ് ചെയർമാൻ ചാ ആഗ്രഹിക്കുന്നതും. ആ വീട്ടിൽ അത്രയും പേരുണ്ടെങ്കിൽ പോലും സിയോൻമോന്റെ കാര്യം മാത്രമായിരുന്നു ചെയർമാൻ ചാ ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴും അച്ഛ എന്ന് വിളിക്കാതെ മുത്തശ്ശ എന്നാണ് ചെയർമാൻ ചായനെ അവൻ വിളിക്കുന്നത്. ചെയർമാൻ ചാ പിന്നീട് ജാങ്സനെ കാണുന്ന സമയത്ത് ടോങ്ചുനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ഉണ്ണാവിനെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കുവാനായിട്ട് തനിക്ക് ആഗ്രഹമുണ്ടെന്നും കൂടി ചെയർമാൻ ചാ അറിയിക്കുന്നു. അതൊക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടായിരുന്ന ജാങ്സനും ഡോങ്ചു ഈഡുവിന്റെ മകനാണെന്നൊക്കെ ഇപ്പോൾ ചെയർമാൻ ചായയുടെ അടുത്തും പറയുകയാണ്. എങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുകയായിരുന്നു അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ നിങ്ങളുടെ മകനായിട്ടുള്ള സ്യോൻമു ഉണ്ടല്ലോ, അവൻ ഒരിക്കലും അധികാരം കൊടുക്കാനായിട്ട് ഡോങ്ചു ആഗ്രഹിക്കുന്നില്ല. എല്ലാ അധികാരങ്ങളും ടോങ്ചുവിന്റേത് മാത്രമാക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ നമ്മുടെ സ്വിസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ആ അക്കൗണ്ടിലെ പണം എല്ലാം തന്നെ ഡോങ്ചും എന്റെ അടുത്തുനിന്ന് മോഷ്ടിച്ചോണ്ട് പോയെന്നും കൂടി ജാങ്സൺ പറയുന്നു. ഇതൊന്നും കൂടാതെ കുറച്ച് കാര്യങ്ങൾ രഹസ്യമായിട്ട് കൂടി അയാളെ അറിയിക്കുകയാണ് ജാങ്സണും. എന്തായാലും അന്ന് രാത്രി ഡോങ്ചുവും ചെയർമാൻ ചായക്ക് ലോക്കറിന്റെ പാസ്കോഡ്സ് ഒക്കെ എഴുതി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡോങ്ചുവിന്റെ അടുത്ത് ചെയർമാൻ ചായും ഡോങ്ചുവിന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നു. ഞാൻ ഇതുവരെയായിട്ടും എന്റെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല, അയാൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആണെന്നുള്ള രീതിക്കായിരുന്നു ഡോങ്ചുന്റെ മറുപടി. അതായത് സിസ്റ്റർ ആഗ്നസിന്റെ അച്ഛനെ കുറിച്ചായിരുന്നു ഡോങ്ചു അപ്പോൾ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡോങ്ചു ഇപ്പോൾ ഈഡുവിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ചെയർമാൻ ചായും പുതിയ പാസ്പോർട്ടൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനാകട്ടെ പഴയ പാസ്പോർട്ടാണ് ചെയർമാൻ ചായക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ശരിക്കുമുള്ള പാസ്പോർട്ട് എനിക്ക് മാത്രമാണ് നിലവിൽ അറിയാവുന്നത്. ചെയർമാൻ ചായക്ക് ഓർമ്മകൾ നിൽക്കാത്തത് കൊണ്ട് തന്നെ പാസ്പോർട്ട് ഒന്നും കൊടുക്കുന്നത് അത്ര സേഫ് അല്ല എന്ന രീതിക്ക് ഡോങ്ചുവും സംസാരിക്കുന്നു. ഞാനിപ്പോൾ ജാങ്സണുമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ചെയർമാൻ ചായനെ കണ്ടിട്ട് എല്ലാ സത്യങ്ങളും ചെയർമാൻ ചായയോട് തുറന്നു പറയാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ജാങ്സണുമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം തന്നെ ചെയർമാൻ ചായ ഉപേക്ഷിച്ചോളും എന്ന രീതിക്ക് ഈഡവും ഡോങ്ചുനോട് സംസാരിക്കുന്നു. പക്ഷെ ഇതേ സമയത്തായിരുന്നു ചെയർമാൻ ചാ ഡോങ്ചുനെ കോൾ ചെയ്തതിനു ശേഷം നീയും ഈഡവും മകനും അച്ഛനുമാണെന്നുള്ള കാര്യം എല്ലാം തന്നെ എനിക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ നമുക്ക് 3 പേർക്കും കൂടി നാളെ ഒന്ന് മീറ്റ് ചെയ്യാമെന്നും ഒക്കെ ഡോങ്ചുവിന്റെ അടുത്തും പറയുന്നത്. ചെയർമാൻ ചാ പറഞ്ഞത് പ്രകാരം വില കൂടിയ മദ്യവുമായിട്ട് ചെയർമാൻ ചായുമായിട്ടുള്ള ഒരു മീറ്റിംഗിന് വേണ്ടി ഡോങ്ചുന്റെ വീട്ടിലേക്ക് ഈഡുവും എത്തുന്നു. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ചെയർമാൻ ചാ വന്നോളുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ അവരും മദ്യമൊക്കെ കുടിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മകനെയാണ് പല തവണയായിട്ട് കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറ്റബോധമൊന്നും ഇല്ലാതെ ഇരിക്കുവാനായിട്ട് കഴിയുന്നതെന്ന് ഡോങ്ചു ചോദിക്കുമ്പോഴത്തേക്കും പണവും അധികാരവും നേടിയെടുക്കണമെന്നത് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അതെല്ലാം നേടിയെടുക്കുവാനായിട്ട് പല രീതിക്കുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും തോന്നാതിരിക്കുവാനായിട്ട് ഞാൻ പണ്ടേ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അഥവാ എനിക്ക് അങ്ങനെ കുറ്റബോധമൊക്കെ തോന്നിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എല്ലാ സ്വത്തുക്കളും വേണ്ടെന്ന് വെച്ചേനെ എന്ന് കൂടി ഈടവും പറയുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ദൈവം നിന്റെ രൂപത്തിലാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നതെന്ന് ഈട് പറഞ്ഞ് അവരെങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അച്ഛനും മകനും അല്ലേ? അങ്ങനെ ഇരിക്കെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ നോർമൽ അല്ലാത്തതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അച്ഛനും മകനുമായിട്ട് ആ രീതിക്ക് സംസാരിക്കുകയാണെങ്കിൽ നീ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നും ഫുഡൊക്കെ കൃത്യസമയത്ത് കഴിക്കണമെന്നും ഒക്കെ ആയിരിക്കുമല്ലോ ഞാനും പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഡോങ്ചും ഇപ്പോൾ ഈടുവിനോട് പറയുകയാണ്. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഈടുവും
ഒരു ദിവസം നമ്മൾ അതേ രീതിക്കുള്ള സംഭാഷണങ്ങളൊക്കെ സംസാരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഡോങ്ചുന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ഡോങ്ചു ഉറപ്പിച്ചു പറയുന്നു. ഡോങ്ചു വിസ്കി എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദമൊക്കെ അവർ കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെയർമാൻ ചാ എത്തിയതായിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഈഡും വാതിൽ തുറക്കുവാനായിട്ടും ചെല്ലുന്നു. പക്ഷെ ഡോങ്ചു വാതിലിന്റെ അരികിലെത്തി കഴിയുമ്പോഴത്തേക്കുമായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് യാങ് ആണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. കൂടാതെ യാങ്ങും ഇപ്പോൾ തന്നെ ഇഡുവിനെ കുത്തിയിട്ടുമുണ്ട്. പിന്നീട് ഡോങ്ചുവിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് അയാൾ ശ്രമിക്കുന്നു. ഡോങ്ചുവും യാങ്ങും തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പോലും യാങ്ങിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് ഡോങ്ചുനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഡോങ്ചുനെ രക്ഷിക്കുവാനായിട്ട് യാങ്ങിനെ പിടിച്ചു മാറ്റുന്ന ഈടുവാകട്ടെ മനഃപൂർവ്വമായിട്ട് തന്നെ ഇതുവരെയും ഡോങ്ചുന്റെ അടുത്ത് ചെയ്ത തെറ്റുകൾക്ക് പകരമായിട്ട് യാങ്ങിനെയും കൊണ്ട് സ്റ്റെപ്പിന്റെ അരികിൽ നിന്നിട്ട് അവിടെ നിന്നും താഴേക്കും വീഴുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നിലത്തേക്ക് വീണ് കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഡോങ്ചുവും അത് നോക്കി നിൽക്കുന്ന സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.